ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർസ് 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും സേഫസ്റ്റായ ടാറ്റയുടെ അൾട്രോസുമായിട്ടാണ്. 5 സ്റ്റാർ സേഫ്റ്റിയുള്ള അൾട്രോസിന് 2 എയർ ബാഗ് മാത്രമാണുള്ളത്. ഏകദേശം 37 വേരിയൻറ്റുകളായിട്ടാണ് അൾട്രോസ് അവൈലബിൾ ആയിട്ടുള്ളത്. എൻജിൻ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ പലതരം എൻജിനുകളിലായിട്ടാണ് അൾട്രോസിന് വന്നിട്ടുള്ളത്. അതുകൂടാതെ ഈ അടുത്തായി ലോഞ്ച് ചെയ്തിട്ടുള്ള റേസർ എന്ന റേസിംഗ് വിഭാഗത്തിൽപ്പെടുന്ന R1, R2, R3 എന്നീ വേരിയൻറ്റും ആണ് ഏറ്റവും പവർഫുള്ളായതും അതിഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുന്നതും. അതിൽ തന്നെ റേസർ R3 ആണ് ഏറ്റവും വില കൂടിയ വേരിയൻറ്റ്. ഡീസലിലും പെട്രോളിലും CNGയിലും അൾട്രോസ് അവൈലബിൾ ആണ് എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹാലോജൻ പ്രൊജക്ടർ ഹെഡ്ലൈറ്റും ഹാലോജൻ ഫോഗ് ലൈറ്റും LED DRLുമാണുള്ളത്. ടിയാഗോയുടെ ഹെഡ്ലൈറ്റുമായി സാദൃശ്യം പുലർത്തുന്ന ഹെഡ്ലൈറ്റ് തന്നെയാണ് അൾട്രോസിനും കൊടുത്തിട്ടുള്ളത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫ്രണ്ട് ഭാഗം തന്നെയാണ് അൾട്രോസിൻ്റെ ഒന്നും സംശയമില്ല. പിന്നെ വലിയ ഗ്രില്ലും അതിന് നടുവിലായി ടാറ്റോയുടെ ലോഗോയും കാണാം. സൈഡിലേക്ക് വരുമ്പോൾ എടുത്തു പറയാൻ തോന്നിയത് അതിൻ്റെ വിൻഡോ തന്നെയാണ്. റിയർ വിൻഡോയിൽ നിന്ന് ഒഴുകി വരുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും ഒരു പുതുമയുള്ള വിൻഡോ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ വളരെ വെറൈറ്റിയുള്ള ബ്ലാക്ക് മിറേഴ്സും നൽകിയിട്ടുണ്ട്. പിന്നെ വളരെ ലുക്ക് തോന്നിക്കാൻ വേണ്ടി ബോഡി ലെൻസ് നൽകിയിട്ടുണ്ട്. പിന്നെ റിയർ ഡോർ ഹാൻഡിൽ 3rd ജെൻ സ്വിഫ്റ്റിനൊക്കെ കണ്ടുവന്നിട്ടുള്ളത് അതുപോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ടയറിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ 16 ഇഞ്ചിൻ്റെ വളരെ ഭംഗിയുള്ള അലോയ്സാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും റിയറിൽ ഡ്രം ബ്രേക്കുമാണ് നൽകിയിട്ടുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് മറ്റൊന്നുമല്ല, അൾട്രോസിൻ്റെ ടെയിൽ ലൈറ്റിൻ്റെ സെക്ഷൻ തന്നെയാണ്. ഫുൾ ബ്ലാക്ക് ലുക്കിലാണ് അത് വന്നിട്ടുള്ളത്. അതെല്ലാം വളരെ ആകർഷകമാക്കി നൽകാൻ ടാറ്റ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ 2 വശങ്ങളിലുമായി കുറേയധികം കൺട്രോൾസും കാണാം. സ്റ്റിയറിങ്ങിന് പിന്നിലായി ഡിജിറ്റലും ആനലോഗുമായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും വളരെ സ്പോർട്ടി ഫീൽ തരുന്നുണ്ട് എന്ന് വേണം പറയാൻ. പിന്നെ ഇപ്പോഴത്തെ എല്ലാ വണ്ടികളിലും കണ്ടുവരുന്ന ഡാഷ്ബോർഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന അതേ ലുക്കിൽ തന്നെയാണ് അൾട്രോസിനും നൽകിയിട്ടുള്ളത്. 7 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ വളരെ ക്ലാസിക് ലുക്കിലാണ് ഡാഷ്ബോർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വയർലെസ് ചാർജിങ്, ക്രൂയിസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, കോൾഡ് ഗ്ലോ ബോക്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും അൾട്രോസിന് അവൈലബിൾ ആണ്. പിന്നെ അൾട്രോസിൻ്റെ വലിയൊരു സവിശേഷത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡോർ തന്നെയാണ്. 90 ഡിഗ്രി തുറക്കാൻ പറ്റുന്ന ഡോറാണ് അൾട്രോസിൻ്റേത്. അതുകൊണ്ട് തന്നെ പ്രായമായവർക്ക് സുഖമായി ഇറങ്ങാനും കയറാനും സാധിക്കുമെന്നത് വലിയൊരു കാര്യം തന്നെയാണ്. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ വളരെ സ്പോർട്ടി സീറ്റ് തന്നെയാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ഹാൻഡ് റെസ്റ്റ്, റിയർ AC വെൻ്റ് എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും അൾട്രോസിന് അവൈലബിൾ ആണ്. പിന്നെ 60/40 സ്പ്ലിറ്റ് സീറ്റ് അവൈലബിൾ അല്ല, പകരം ഫുൾ ഫോൾഡിംഗ് ആണുള്ളത്. പിന്നെ 355 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ അൾട്രോസിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായത്തിൽ 5 സ്റ്റാർ സേഫ്റ്റി, ഇത്ര ആകർഷകമായ എക്സ്റ്റീരിയർ ഇന്ത്യയിലുള്ള 12 ലക്ഷത്തിന് താഴെ കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു വണ്ടി തന്നെയാണ് അൾട്രോസ്. അപ്പോൾ വണ്ടിയെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്.